ഞാൻ മടുത്തടി. ഒന്ന് വേഗം വാ എന്റെ ജസീല. എനിക്ക് വയ്യ. എന്തൊരു ചൂടാ ഇവിടെ. പെടക്കണ മീനെ പോലെ കിടന്ന് തുള്ളിച്ചാടുന്ന പ്രായ കിടന്ന് കഥയ്ക്ക. ഒക്കെ തീറ്റ പ്രാന്തന്മാരാ. അവസരം കിട്ടിയ ചിക്കനും മട്ടനും ഒക്കെ വലിച്ചേറ്റും. അതാ ഇങ്ങനെ. ഞാൻ ശുദ്ധ വെജിറ്റേറിയനാ. അപ്പൊ മീനും കൂട്ടൂലേ? എത്താറായില്ലേ? കുറച്ചുകൂടി പോണം. ക്ഷീണിച്ചാ ചേട്ടാ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടുന്നു. ഇവിടെ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമോ? ഓ വെള്ളം തരാലോ. മീൻ പെട്ടിയിൽ വെച്ചതാ. അതൊന്നും ഒരു പ്രശ്നമില്ല. ദുഷ്ടത്തിൽ കുറച്ചെങ്കിലും തന്നിട്ട് വെജിറ്റേറിയൻ കുടിക്കട്ടെ. തീർത്തു. നീ വിഷമിക്കണ്ടീ. അത് വല്ല മീൻ മുള്ളി വെള്ളായിരിക്കും. അല്ല ചേട്ടാ, എന്തായി ചെക്കന്റെ പൊരയും ചുറ്റുപാടൊക്കെ ഇഷ്ടായില്ലേ? ചെക്കന്റെ വീടും പോരെയൊക്കെ ഇഷ്ടായിന്. പക്ഷെ വെള്ളമില്ല. വെള്ളമില്ലാത്തടുത്ത് എന്റെ മോളായിരിക്കും എനിക്ക് താല്പര്യമില്ല. അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാനൊന്നുമില്ല. ഓ എന്നാ പിന്നെ വല്ല ചിറാപ്പുഞ്ചിന് പോയാലോ. അല്ല പിന്നെ വെള്ളമില്ല. വഴി കാണിച്ചാ പറഞ്ഞാൽ പിന്നിലാണ്. വേഗം വാ. നടന്ന് നടന്ന് നമ്മളെ ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൽ എത്തിയെന്നാണ്. മൊത്തത്തിലൊരു 80s ലുക്ക് ഉണ്ട്. ഒന്ന് കൈ വെച്ചു. ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വെള്ളം കിട്ടുമായിരിക്കും, ചോദിച്ചു നോക്ക്. ബഷീർക്കോ, ഇവരൊക്കെ ആരാ? നമ്മൾ ആദരനെ ചങ്ങായിച്ചതാ. ഓഹോ, ചേട്ടാ, സോഡ ഉണ്ടോ? അയ്യോ സോഡ ഒന്നും ഇല്ലല്ലോ മോളെ. നാടെ ഇങ്ങോട്ട്. ഇത് എന്തൊരു നാടാ ഇത്? ചേട്ടാ, ഇതാണോ നമ്മുടെ ആതിരയുടെ വീട്? ഇതാണ് നിങ്ങള് പറഞ്ഞ ആതിരന്റെ വീട്. ഉമ്മർത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? എവിടെ പോയി? ആതിര, എനിക്ക് കുറച്ച് വിരുന്നാരുണ്ട്. അപ്പളേ ഞാൻ വിടട്ടെ, ഇല്ലെങ്കിൽ എന്റെ കഞ്ഞൂടി മുട്ടും. മൊബൈൽ ഇവിടെ. ചേട്ടാ, പോകുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. ഇപ്പൊ സെൽഫി എടുത്താലേ മീൻ മണക്കും. നമുക്ക് പിന്നെ എടുക്കാം. ചേട്ടാ, സ്റ്റുഡൻസ് വിത്ത് ഫിഷർമാൻ ഒരു ക്യാപ്ഷൻ കണ്ടു വെച്ചത്. ശരി ബഷീർക്ക, എടുത്തോളാം. അവനൊരു ചമ്മന മണക്കുന്നുണ്ടോ? ആതിരേ, ഒന്ന് കിടക്കട്ടെ. ആരുമില്ലേ? എടാ വാ, ഇരിക്ക്. ദേ, അവള് വെള്ളം കിട്ടാഞ്ഞിട്ട് കിണറ്റി ചേരാൻ പോട്ടാ. അയ്യോ, ചാടുവോ? ആതിരെ, ആതിരക്കിനെ മനസ്സിലായ? ഇല്ല. ഗൗതം, FB ഫ്രണ്ട്. ഹലോ ഹലോ ഹലോ. പേരും നാളൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം തട്ടെ. എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എടുത്തോട്ടാ. ശരി. അമ്മമ്മേ, എന്താ മോളെ? കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. ആ കിണറ്റിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. വെറും നിലത്തിരിക്കാതെ അകത്ത് കയറി ഇരിക്കും മക്കളെ. ഞാനത് മറന്നു. മക്കളൊക്കെ എവിടുന്നാ വരണേ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ മുത്തശ്ശി. ആണോ? ആ വെള്ളം കിട്ടാമ. ഞാൻ കുടിച്ചു കഴിഞ്ഞില്ല. തോടാം മതി. ദാഹിച്ച് വലഞ്ഞിട്ടുണ്ടാവും. നന്ദിനിക്കുട്ടി ഒരുപാട് കുഴപ്പമുണ്ടാക്കിയല്ലേ? വിശേഷങ്ങളെല്ലാം പിന്നെ FB കണ്ടു കാണൂലോ അല്ലേ? ആതിര, എങ്ങനെയാ പശു ഞങ്ങളുടെ കോളേജിൽ എത്തിയത്? വേനലിലും നിറഞ്ഞൊഴുകിയിരുന്ന കാലിക്കടവ് പുഴ. ആ പുഴയുടെ ദാനം പോലെ ഫലസമ്പുഷ്ടമായ മണ്ണ്. സംതൃപ്തിയോടെ ജീവിതം നയിച്ചവരായിരുന്നു ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും. അനത്തലയോളം വെണ്ണ തരാമട ആനന്ദ ശ്രീകൃഷ്ണ. ലക്ഷ്മിക്കുട്ടി, അനങ്ങാൻ നിക്കട്ടോ. ഇങ്ങ് പോരട്ടെ ഇങ്ങോട്ടാ. പിന്നില്ലേ സോമേട്ടാ, ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു മാല? ആ മാല എനിക്ക് മേടിച്ചു തരണം കേട്ടോ. മേടിച്ചു തരാടി. സ്വർണ്ണമല്ല ഈ ഒഴുകി വരുന്നത്. നമ്മുടെ കാമതേന് കുഴപ്പം എന്തിനാടി പേടിക്കുന്നത്? ഒഴിച്ചോ. നിറഞ്ഞങ്ങ് കവിയട്ടെ. എടീ, ഇങ്ങനെ പോയാ ഒരു 100 പശുക്കളെയും കൂടെ വാങ്ങി നമ്മളൊരു വലിയ ഫാം തുടങ്ങൂടി. നല്ല പാലുള്ള പശുക്കളെ മേടിക്കണം. ഓ, വെറും പശുവല്ല, 60 ലിറ്റർ കിടക്കുന്ന പശുവിനെ വാഗവണ്ണി ഞാൻ ജോസേനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലതേച്ചേ, ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണേ, നല്ല ചൂടുണ്ട്. ശരി സോമ. എത്രയായി? 120. ശരി. ദിനേശാ, അങ്ങോട്ട് വെച്ചാ അങ്ങോട്ട് കയറ്റി വെച്ചു. അതെ അതെ. എന്താ ചേച്ചേ? പാല്. സുധാര, ഞാനുണ്ട്. ഇതൂടെ. ദിനേശ, കഴിഞ്ഞ ആഴ്ചത്തെ പൈസ കൂടെ അതൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. വിളിച്ചുണ്ടല്ലോ അല്ലേ? പിന്നെ കാലിത്തീറ്റ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എടുത്തോളാം. സോമേട്ടാ, ബാലുവേ ഇവിടെ ഉണ്ടട്ടാ.
പക്ഷേ ക്രമേണ പുഴ വറ്റി, അകിട വറ്റി. അതോടെ ഞങ്ങളുടെ ജീവിതവും. വരണ്ടുണങ്ങിയ കൃഷിഭൂമികൾ, അകിട വറ്റി എല്ലും തോലുമായ പൈക്കൾ, അവയുടെ നീട്ടിയുള്ള കരച്ചിലുകൾ അത് കാലിക്കളവിനെ കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഇങ്ങോട്ട് നടക്കണം. പതുക്കെ ഇങ്ങോട്ട് നടക്കണേ. ഇങ്ങോട്ട് സാറില്ല കേട്ടോ. മണിക്കുട്ട മാറങ്ങോട്ട്. വേണ്ട, അടിക്കില്ലേ. നടക്കണം. ഒരു കഷ്ണം കുമ്പളങ്ങ, 2 മുരിങ്ങാക്കോൽ, ഒരു മുറി തേങ്ങ. ഒരു മുറി തേങ്ങ ഇത്ര മതിയോ? 52 രൂപ. കാശ് പിന്നെ തരാം. ആ മുരിങ്ങ മുരിങ്ങക്ക് വേണം. ഇത് 1 ലിറ്റർ പോലും ഇല്ലല്ലോ. അതേ കിട്ടിയിട്ടുള്ളൂ. 2 പഴവും കൂടെ. ആ പഴമൊന്നും ഇവിടെ കടന്നരാനല്ല. ചേച്ചിക്ക് എന്നാ വേണ്ടേ? കടയിൽ പോയിട്ട് വരാം. 2 മുരിങ്ങയ്ക്ക, ആ മുരിങ്ങയ്ക്ക, അരമുറി തേങ്ങ. ജനുവേട്ടാ, തേങ്ങ. നാളെ കുറച്ച് പാൽ അധികം എടുക്കാനുണ്ടാവോ? എവിടെ നിന്ന് കിട്ടാനാ ദിനേശ? ഇക്കണക്കിന് പോയാൽ പശുവിനൊക്കെ വിൽക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ആയ നമ്മുടെ സൊസൈറ്റി പൂട്ടും. ഇത് അവസാനത്തെ കറവയാ. നാളെ മുതൽ ഇതും ഉണ്ടാവില്ല. ഞാനും വിറ്റു. എന്തോ നാടോ നമ്മുടെ നാടിനെ പറ്റിയേ. കുഞ്ഞമ്പൂ കണിയാൻ പറയുന്നു ശാപമെന്ന്, ഏമാമാര് പറയുന്നു പ്രതിഭാസമെന്ന്. എന്തായാലും തുള വീണ പാത്രത്തിലെ വെള്ളം പോലെയായി നമ്മുടെയൊക്കെ ജീവിതം. എന്റെ അമ്മോ, ഒന്ന് വേഗം ഒഴിക്ക് സോമ. ആരാടും ധൃതി പിടിക്കാം. പെട്ടെന്നാട്ടെ. ഇതേ ഉള്ളു സോമ. ഇങ്ങോട്ട് ചാടും. ഇതേ ഉള്ളു. എന്താ സോമ? സോമ കാശ് താഴെ തരാം.